ഹായ് ഫ്രണ്ട്സ്, ശരിപോത ശനിവാരം ഒരു തെലുഗു സിനിമയാണ്. ശനിയാഴ്ച തന്നെ ധാരാളല്ലേ എന്നാണ് ഇതിന്റെ മലയാള അർത്ഥം. തെലുങ്ക് അല്ലാത്ത ഭാഷകളിൽ സൂര്യ സാറ്റർഡേ എന്ന പേരിലാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ സ്റ്റാർ നാനിയുടെ 31ാമത്തെ സിനിമയാണ്. അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ ഒരു സിനിമയാണ്. ഒരു മാസ് ആക്ഷൻ എന്റർടൈനർ എന്ന ജോണറിൽ വെക്കാൻ പറ്റിയ ഒരു സിനിമയാണ് ശരിപോത ശനിവാരം. ഇവിടെ മുംബൈ ഇതിന്റെ തെലുഗു വേർഷനുണ്ട്, ഹിന്ദി വേർഷനുണ്ട്. ഞാൻ തെലുഗു വേർഷനാണ് കണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ എസ് ജെ സൂര്യ എന്നുള്ള നടന്റെ മൊത്തം പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന്റെ സൗണ്ട് കൂടി കേൾക്കണം. തെലുഗു ആൻഡ് തമിഴ് വേർഷൻസ് അദ്ദേഹം സ്വന്തമായി ഡബ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ വേർഷനാണ് തെലുഗുവാണ് ഞാൻ കണ്ടത്. സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു. സിനിമയിലേക്ക് വന്നാൽ ഒരു വെൽ മെയ്ഡ് നീറ്റ് ആക്ഷൻ എന്റർടൈനർ ആണ് ശരിപോത ശനിവാരം. ഇതിന്റെ സ്റ്റോറി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ബേസിക് പ്ലോട്ട്: സൂര്യ എന്നുള്ള ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് ചെറുപ്പകാലം മുതൽ തന്നെ ആങ്കർ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അമ്മ പറയും, നീ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നടന്നാൽ എങ്ങനെയാണ്, ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണം. ഒരു കാര്യം ചെയ്യും, ആഴ്ചയിൽ 7 ദിവസമുണ്ട്, 6 ദിവസവും നീ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു നോട്ട് ബുക്കിൽ നിനക്ക് ദേഷ്യം ആരോടൊക്കെ വന്നു, എന്തിനു വന്നു എന്നുള്ളത് എഴുതി വെക്കുക. 7ാമത്തെ ദിവസം നിനക്ക് അത് എക്സ്പ്രസ് ചെയ്യാം, അവരെന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് അമ്മ മരിച്ചതിന് ശേഷവും ഇദ്ദേഹം ഫോളോ ചെയ്യുന്നു. അതിനുശേഷം നടക്കുന്ന ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഇതിന്റെ ബേസിക് പ്ലോട്ട്. നാനിയാണ് ഈ സൂര്യ എന്നുള്ള കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ആക്ഷൻ പറ്റില്ല എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു. അത് ഇതിൽ തീർത്തു കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ ആക്ഷൻ ചെയ്തിട്ടുണ്ട്. ആക്ഷൻ മാത്രമല്ല, ഒരു ഫാമിലി മാനായിട്ട് അദ്ദേഹം ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോ ക്ലാസ് ഓഡിയൻസിന് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു തെലുഗു നടനാണ് നാനി. ഇനി ഇദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് എസ് ജെ സൂര്യ വില്ലൻ റോളിലേക്ക് വന്നാൽ പൊതുവെ നായകന്മാർ ഔട്ട്ഷൈനായി പോകും. ഇവിടെ അങ്ങനെ ഔട്ട്ഷൈനൊന്നും ആയില്ല. പക്ഷേ എസ് ജെ സൂര്യ നല്ലോണം സ്കോർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ തെലുഗു വേർഷൻ തന്നെ കണ്ടത്. ഗംഭീരമായിട്ട് വില്ലനിസ് ആയിക്കോട്ടെ, കോമഡി ആയിക്കോട്ടെ, നമ്മൾ മാനാടിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ടൈപ്പ് കോമഡി ഇതിലും വരുന്നുണ്ട്. പൊതുവെ ക്രൂരമായ വില്ലൻ വേഷം ചെയ്യുന്നവർക്ക് കോമഡി അതേ റോളിൽ തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എസ് ജെ സൂര്യക്ക് ഇത് നാച്ചുറൽ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ മലയാള നടൻ രാജൻ പി ദേവിനെയാണ്. ഏകദേശം രാജൻ പി ദേവിനും ഇതേപോലെ ഒരേ സമയം കോമഡിയും വില്ലത്തരവും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഹീറോയിൻ പാം പ്രിയങ്ക അരുൺ മോഹൻ. ക്യാപ്റ്റൻ മില്ലർ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ നടിയെ കുറച്ചധികം വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ നല്ല വൃത്തിക്ക് തന്നെ പ്രിയങ്ക അരുൺ മോഹൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയും ഉണ്ടായിരുന്നു കാണാൻ. അങ്ങനെ എവിടെയും മോശം പറയാനൊന്നുമില്ല. അതിഥി ബാലൻ നാനിയുടെ പെങ്ങളായിട്ട് എത്തിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, മികച്ചൊരു പെർഫോമറാണ്. അഭിരാമി ചെറിയ റോളുണ്ട്. പിന്നെ പി സായ് കുമാർ, മലയാളത്തിന്റെ സായ് കുമാർ അല്ല, കന്നഡക്കും തെലുഗുവിനും കൂടി ഒരു സായ് കുമാർ ഉണ്ട്. നമ്മുടെ സായ് കുമാർ ചെയ്യുന്നത് പോലെ വില്ലൻ റോളുകളും ക്യാരക്ടർ റോളും ഒക്കെ ഈസിയായി ചെയ്യുന്ന അദ്ദേഹം ഇതിൽ നാനിയുടെ അച്ഛനായിട്ടാണ്. അവർ തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഭൂരിഭാഗം തെലുഗു സിനിമകളിൽ ഉണ്ടാകാറുള്ള മുരളി ശർമ്മ ഇതിലും ഉണ്ട്. നല്ല റോളായിരുന്നു, നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ കാസ്റ്റ് ഒക്കെ ഗംഭീര പെർഫോമൻസ് ആണ്. അടുത്തത് പറയേണ്ടത് ജെയ്ക്സ് ബിജോയ്, മലയാളത്തിന് അഭിമാനാണ്. ഗംഭീര BGM വർക്കാണ്. എനിക്ക് ഒരു സമയം തോന്നി അനിരുദ്ധ് ചെയ്യുന്നതും MM കീരവാണി ചെയ്യുന്നതും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു സാധനം. അത് നാനിക്ക് 2-3 ടൈപ്പ് BGM കൊടുത്തിട്ടുണ്ട്. ആക്ഷൻ ആയിരിക്കുമ്പോൾ വേറെ, പിന്നെ സാധാരണ സമയത്ത് വേറെ. പക്ഷെ എസ് ജെ സൂര്യക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ മോഹൻലാലിനൊക്കെ ജയിലറിൽ കൊടുത്തതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻ. അങ്ങനെ BGM ഈ പടത്തിന് ഒരു വേറെ ലെവലിലേക്ക് ഉയർത്തുന്നുണ്ട്. ഇത്രയൊക്കെ പറയുമ്പോൾ ഡയറക്ടർക്ക് എന്തായാലും ക്രെഡിറ്റ് കൊടുക്കണം, വിവേക് ആത്രേയ. ഇദ്ദേഹം ഇതിനു മുമ്പ് 3 സിനിമകൾ ചെയ്തിട്ടുണ്ട്. 3 ഞാൻ കണ്ടിട്ടുണ്ട്. മെന്റൽ മതിലെ ഒരു റൊമാൻറ്റിക് കോമഡി ആയിരുന്നു. പിന്നെ ബ്രോച്ചവർ ഒരു വര, നല്ലൊരു കോമഡി ചിത്രമായിരുന്നു. അവസാനം ഇറങ്ങിയത് അൻറ്റെ സുന്ദരാനിക്ക്, നാനി നസ്യ അഭിനയിച്ചത്. ബോക്സ് ഓഫീസ് പരാജയമായിരുന്നു. പക്ഷേ ഭൂരിഭാഗം പേർക്കും നല്ല ഇഷ്ടപ്പെട്ട സിനിമയാണ്. 4ാമത്തെ സിനിമയും അദ്ദേഹത്തിൻ്റെത് പ്രേക്ഷക ശ്രദ്ധ കിട്ടുന്നുണ്ട്. നല്ല പോസിറ്റീവ് റിവ്യൂസ് ആണ് ശരിപോത ശനിവാരത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കുറ്റം പറയാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ 2 മണിക്കൂർ 55 മിനിറ്റ് ദൈർഘ്യം കുറച്ചധികം ഉള്ളതുപോലെ തോന്നി. കുറച്ച് കട്ടിയാമായിരുന്നു. ഇനി റേറ്റിംഗിലേക്ക് വന്നാൽ ഞാൻ കൊടുക്കുന്നത് 4 ഔട്ട് ഓഫ് 5. നാനിയുടെ ഹയസ്റ്റ് ഗ്രോസർ ആകാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. അദ്ദേഹത്തിന് ഈ പടം ഒരു Tier 1 സ്റ്റാർ ആക്കട്ടെ എന്ന് ആശംസിക്കുന്നു.